ഇതുള്ള പൈസയുള്ള ബിസിനസ്മാനാ. ഇവര് ക്രിസ്ത്യൻ ആണോ അതോ മുസ്ലിംസ് ആണോ, പാർസികളാ. അപ്പൊ ഇവരുണ്ടല്ലോ അമ്മയും അപ്പനും മകളുമായിരുന്നു ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്തോ ഒരു ഡിസ്പ്യൂട്ട് നടന്നിട്ട് ഈ ബിസിനസിനകത്ത് ഒരു ദിവസം രാത്രിയിൽ എല്ലാ ആൾക്കാരെല്ലാരും വന്നിട്ട് ഇവരെ കൊല്ലാനായിട്ട് വന്നു. ഇവര് കൊല്ലാനായിട്ട് വന്നത് എങ്ങനെയറിയോ, ഈ കൊച്ചു കുഞ്ഞ് അത്രയും പ്രായമില്ല, 12, 13, 15 വയസ്സുണ്ടാവും. അപ്പം ആ സമയത്ത് ഈ കൊച്ചും വീട്ടിലുണ്ട്, അമ്മയപ്പനും ഉണ്ട്. ആ സമയത്ത് ഈ കൊച്ചിനെ കൊല്ലാനല്ല, ഈ ഫാമിലിനെ കൊല്ലാനായിട്ട് ഈ ബിസിനസിന്റെ റൈവൽസ് ഉണ്ടാകത്തില്ലേ, അവര് ഒരു ഇങ്ങനെ ട്രിക്ക് കളിച്ച് ഇവര് കേറി വീട്ടിനകത്ത്. കേറി കഴിഞ്ഞിട്ട് ഈ അപ്പനെ അമ്മനെ ഈ കൊച്ചിനെ മുമ്പിലിട്ട് കത്തിച്ചു കൊന്നു. എന്നിട്ട് ഈ കൊച്ചിനെ റേപ്പ് ചെയ്ത് കൊന്നെന്നാ പറയുന്നത്. പിന്നെ ഇവരുടെ ഫാമിലി എല്ലാം വന്നിട്ട് ഈ വീടൊക്കെ എടുക്കാനൊക്കെ നോക്കി. അവരുടെ പേരിലായിരുന്നു, അവരുടെ പേരിലായിരുന്നു. അപ്പൊ അത് ഡിസ്പ്യൂട്ട് ആയില്ലേ, പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ആയി. അതൊക്കെ എടുക്കാൻ നോക്കി. പക്ഷെ ആരുടെയും കയ്യിലോട്ട് ഈ വീടും പോത്തില്ല. പിന്നെ ഈ അവിടെ കിടക്കുന്ന റോൾസ് റോയ്സ് ഉണ്ട്. ആ റോൾസ് റോയ്സ് ആരെടുത്തോണ്ട് പോയാലും അടുത്ത ദിവസം തിരിച്ച് അതേ സ്ഥലത്ത് വന്ന് നിൽക്കും തന്നെ. നമുക്ക് ആർക്കും അറിയത്തില്ല അതെങ്ങനെയാന്ന്. അപ്പൊ ഒരു ഗോസ്റ്റ് ബസ്റ്റർ ഉണ്ടായിരുന്നു. അയാള് ഈ വീടിനകത്തോട്ട് കേറി ഒരു ദിവസം രാത്രി. അയാൾ ഇവിടെ ലോണാവാല കറങ്ങാൻ വന്നപ്പോ ഫാമിലിയോട് കൂടി ഇരുന്നപ്പോ അയാൾ ഓർത്തു പോയേക്കാന്ന് പറഞ്ഞിട്ട് ആ മെഷീൻ ഇല്ല, ഇലക്ട്രോ മാഗ്നറ്റിക് ഇത് വരുന്നത്, വേവ്സ് വരുന്നത്, പ്രേതം ഉണ്ടാവുമ്പോ കീക്കിന്ന് അടിക്കുന്നത്, ആ മെഷീനും കൊണ്ട് അയാളുടെ കയ്യിൽ എപ്പോഴും അയാൾ ക്യാരി ചെയ്യുന്ന. അപ്പൊ അയാൾ കേട്ടു ഇങ്ങനെ ഒരു ഹോണ്ടഡ് ഹൗസ് ഉണ്ട്, ആയിഷ വില്ല എന്ന പേര്. അപ്പൊ ഞാൻ അവിടെ പോയി ചെക്ക് ചെയ്യുന്ന പറഞ്ഞിട്ട് ഇയാൾ അകത്ത് കയറി, ആരും കാണാതെ അകത്ത് കയറിയപ്പോ ഉണ്ടല്ലോ ഇയാളുടെ മെഷീൻ ഇന്ന് വരയ്ക്കും 0.1 ഡെസിബിൾ എന്നൊക്കെ പറയത്തില്ലേ വേവ്സിന്റെ, അതിനകത്ത് ഇന്ന് വരയ്ക്കും പോയിട്ടില്ല. പോയിട്ടുണ്ടെങ്കിലും അതൊരു ഗ്ലിച്ച് ആയിട്ടേ പോയിട്ടുള്ളൂ. അത് അപ്പൊ തന്നെ ഓൺ ഓഫ് ആക്കുമ്പോൾ നേരെ ആവാറുണ്ടായിരുന്നു. ഇയാൾ ഈ അകത്ത് കയറിയപ്പോ ഇയാൾക്ക് എന്തൊരു പ്രസൻസ് ഫീൽ ആവാൻ തുടങ്ങി, എന്തൊരു നെഗറ്റീവായിട്ട്. എന്നാലും ഇയാൾ അകത്ത് കയറിയപ്പോ ഇയാളുടെ മെഷീൻ ഡെസിബിൾ തുടങ്ങി 0.1 വരെ എത്തി. അപ്പൊ ഇയാൾ ഓർത്ത് ഓക്കെ മേ ബി ഇത് ഗ്ലിച്ച് ആയിരിക്കും. ഇയാൾ ടേൺ ഓഫ് ചെയ്തിട്ട് പിന്നെ ടേൺ ഓൺ ചെയ്തപ്പോ അപ്പോഴും അത് 0.1 നിൽക്കുക. അപ്പൊ ഇയാൾ അകത്തോട്ട് കയറിയപ്പം അയാൾ ഡിസ്ക്രിപ്ഷൻ പറയും. അതിൻ്റെ അകത്ത് അയാൾ പറയുന്നുണ്ട് ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. ആ ഡൈനിങ് ടേബിളിന്റെ മേളിൽ ഇങ്ങനെ ബൗളും ഫുഡ് പ്ലേറ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ ആരോ തിന്നിട്ട് ഇങ്ങനെ എണീറ്റ് പോയ പോലെ തന്നെ. എന്നിട്ട് അതിൻ്റെ അകത്ത് ഫുള്ള് പൊടി പിടിച്ചെടുക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ആ സിറ്റുവേഷൻ മനസ്സിലാവും. ഇവര് ഡിന്നർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം നടന്നത്. അപ്പൊ അത് ആ ഡിന്നറൊക്കെ അങ്ങനെ തന്നെ ആ ടേബിളിലുണ്ട്. പിന്നെ അങ്ങനെ അയാൾ ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ പോയി. എന്നിട്ട് അയാൾ മേളിൽ റൂമിലൊക്കെ കയറിപ്പോ ഈ പഴയ കാലത്തെ പോലെ ഡ്രസ്സിംഗ് ടേബിളും മിററും അതൊക്കെ ഉണ്ട്. അപ്പൊ അയാൾ അവിടെ ഇരിക്കാൻ നേരത്ത് സഡൻ ആയിട്ട് അയാൾക്ക് എന്തിങ്ങനെ അയാളുടെ ദേഹത്തോട്ട് ഇങ്ങനെ എറിയുന്ന പോലെ തോന്നി. അപ്പൊ ഇയാൾ മാറിയപ്പോ എന്തൊരു സാധനം ഇങ്ങനെ എറിഞ്ഞു വന്ന് ആ ഭിത്തിയെ തട്ടി താഴെ വീണു. അപ്പൊ ഇയാൾ പേടിച്ചിട്ട് ഇയാൾക്ക് ഇന്നൊരിക്കൽ അയാൾ പേടിച്ചിട്ടില്ല, ഗോസ്റ്റ് ബസ്റ്റർ അല്ലേ. പക്ഷെ അയാൾ പറയുന്നത് എനിക്ക് അന്ന് ആ സമയത്ത് ഒത്തിരി പേടിയായി, ഞാൻ ഇന്നൊരിക്കലും പേടിക്കാത്ത ഒരു കുളിര് എന്നുവെച്ചാൽ ആരോ എന്നെ നോക്കുന്നുണ്ട്, ആരോ എന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അങ്ങനെയായി. ആ നേരത്ത് ഇയാൾ ഓർത്തു എനിക്ക് പറ്റത്തില്ല, ഇനി ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അയാൾ താഴെ ഇറങ്ങിയപ്പം ഇവിടെ വെളിയിൽ ആൾക്കാരൊക്കെ നിൽക്കും രാത്രിയിൽ. അപ്പൊ അവര് കാണുമോ എന്നുള്ള പേടിയും കൊണ്ട് ഇയാള് അരമണിക്കൂറോ 1 മണിക്കൂറോ എന്താ അതിൻ്റെ അകത്ത് തന്നെ വെയിറ്റ് ചെയ്തു, ആ റോൾസ് റോയ്സിന് പറയും. അപ്പൊ അയാൾ പറയാ എന്റെ ലൈഫിലെ ഏറ്റവും ഹാർഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു സമയമാണ് ആ സമയം. ബിക്കോസ് ആ സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നുമായിരുന്നു ആരും ആ റൂമിന്റെ കോർണറിൽ നിന്ന് എന്നെ നോക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ ഐ ആം ബീങ് വാച്ച്ഡ്, അങ്ങനത്തെ ഒരു ഫീലിംഗ്. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾ എങ്ങനെയോ വീട്ടിൽ എത്തിയിട്ട് ഇതെല്ലാം അവരുടെ ഫാമിലിയെ എടുത്ത് പറഞ്ഞു. അപ്പൊ ഇയാൾ നോർമലി ഇങ്ങനെ ഒരു ഗോസ്റ്റ് ഉള്ള സ്ഥലത്ത് പോയിട്ട് വന്നാൽ ഹിമാലയൻ സോൾട്ട്, പിങ്ക് സോൾട്ട് ഇല്ലേ, അതിട്ട് കുളിക്കും. അത് നമ്മളെ പ്യൂരിഫൈ ചെയ്യുമെന്നാ പറയുന്നത്, എന്തെങ്കിലും ബാഡ് ഇതൊന്നും. അയാള് അതിട്ട് കുളിച്ചിട്ടും ഇയാൾക്ക് എന്തോ കുറച്ചൊരു ദിവസം കഴിഞ്ഞ് ഇയാൾക്ക് പനി പോലെയായി, വൈറൽ ഫീവറും അങ്ങനെയൊക്കെ വരുന്നത്. എന്നിട്ട് നമ്മൾ നോർമലി പറയും ഇങ്ങനെ പ്രേതത്തിന്റെ ഒക്കെ സ്ഥലത്ത് പോയി വന്നു കഴിഞ്ഞാൽ ഷോൾഡറിൽ ഇങ്ങനെ ഹെവിനെസ് തോന്നിയുണ്ടല്ലോ, ആ പ്രേതം നമ്മുടെ കൂടത്തിൽ വന്നു എന്നാ പറയുന്നത്. എന്നുവെച്ചാൽ ഇങ്ങനെ ഷോൾഡറിൽ ഇരിക്കും, അതിന്റെ ഹെവിനെസ് ആണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഇയാളുടെ ഷോൾഡർ പെയിൻ ആവാൻ തുടങ്ങി. അപ്പൊ ഇയാൾക്ക് എന്തോ ഒരു വൈബ് അടിച്ചു, എന്റെ കൂടത്തിൽ ആരോ, ഞാൻ എന്റെ വീട്ടിലോട്ട് ആരെയോ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇഷ ഫൗണ്ടേഷൻ ഇല്ലേ, സദ്ഗുരുയുടെ ഒരു ക്ലാസ്സസ് ഉണ്ടാവും, എങ്ങനെയാണ് ഈ ചീത്ത ഗോസ്റ്റിനൊക്കെ നമ്മുടെ ഇതിൻ്റെ അകത്ത് പ്യൂരിഫൈ ചെയ്യുന്നതെന്ന്. അപ്പൊ ഇയാൾ അതിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ പഠിച്ചതിന്റെ അനുസരിച്ചിട്ട് ഇയാൾ 3 days or 7 days എന്തോ ആ സദ്ഗുരു പറഞ്ഞ പോലെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് അയാളുടെ ആ
ഫീലിംഗ് പോയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തൊട്ട് അയാൾ ലോണാവാലയിൽ വന്നാലും എവിടെ വന്നാലും ഈ ഐഷ വില്ലയുടെ അടുത്തുനിന്ന് പോലും പോത്തില്ല. അതാണ് ആ സ്റ്റോറി. അപ്പൊ പണ്ട് കാലം ഇത് 1980s ആ സമയത്ത് എന്തോ ഉണ്ടായ സംഭവമാണ്. അത് ഇപ്പം ലോക്കൽസിനും അറിയാം, അതുകൊണ്ട് ആരും ആ വീട്ടിലും കയറത്തില്ല. അങ്ങേരിപ്പോഴാ പോയത്. പക്ഷെ ഈ സ്റ്റോറി നടന്നത് 1980s ആ സമയത്താണ്. അതുകൊണ്ട് ആരും ആ റോൾസ് റോയ്സിലും തൊടത്തില്ല, ആ വീട്ടിനകത്തോട്ട് കയറത്തുമില്ല. അതാണ് ലോണാവാലയുടെ